ഹലോ, നമ്മളിതാ ഇപ്പം ജർമ്മനിയിലാണ്. രാവിലെ നല്ലൊരു കാലാവസ്ഥ, പക്ഷെ വെളിയിൽ ശല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ അടുത്തൊന്നൊരു ലോഡ് ആയിട്ടുണ്ട് നമുക്ക്. അവിടെ ലോഡ് ജർമ്മനിക്കകത്ത് തന്നെ അത് കൊടുക്കേണ്ടത്. ഒരു 400 ചില്ലാനും കിലോമീറ്ററേ ലോഡ് കൊടുക്കാനായിട്ടൊരു ദൂരമുള്ളൂ. അപ്പോൾ ഇതാ നമ്മളങ്ങോട്ട് പോവുക. ഇത് കഴിഞ്ഞ ദിവസം കാണിച്ച ചാർജിങ് സ്റ്റേഷനാണിത്. ഇതാ നമ്മൾ കമ്പനിക്കകത്ത് വന്നാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്കിതുവരെ ലോഡ് കയറ്റിയില്ല. ഒരു ലിഫ്റ്റേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇതാ അയാൾ സാധനമൊക്കെ ഇറക്കി പോവുക. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ CMRും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതാ ഇപ്പം എന്നോട് പറഞ്ഞ 5 മിനിറ്റ് എന്ന് പറഞ്ഞു. ഓൾറെഡി ഇറക്കി കഴിഞ്ഞുകൊണ്ട് ഈ വണ്ടി ഗേറ്റ് ക്ലോസ് ആക്കി ലൈറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്കിപ്പം ഇതാ ലോഡ് ഒരു ഭാഗത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് തരും. അങ്ങനെ ലോഡ് കിട്ടി. 4 പാലറ്റ് 500 കിലോ അങ്ങനെയാണ് നമ്മുടെ ലോഡ് വന്നിരിക്കുന്നത് ടോട്ടൽ. നമ്മൾ അൺലോഡിങ്ങിലേക്ക് പോവുകയാണ്. ഡയറക്റ്റ് ഡെലിവറി എന്നാണ് കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതുണ്ട് 460 കിലോമീറ്ററാണ് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടുന്ന് അൺലോഡിങ് പോയിൻറ്റിലോട്ടുള്ള ദൂരം. അപ്പം അത് നിങ്ങൾക്ക് കാണാമല്ലോ, സമയം 2:26 അറൈവിങ് ടൈം. ടോട്ടൽ ടൈം എടുക്കുന്നത് 4 മണിക്കൂർ 50 മിനിറ്റ്. ഈ 4 മണിക്കൂർ 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ 460 കിലോമീറ്റർ ഓടാനായിട്ട് അത്രയും സമയമേ ഉള്ളൂ. കാരണം നമുക്ക് ഫുള്ള് നമ്മൾ ഹൈവേ കൂടെ തന്നെയായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് അത്രയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർ ഏകദേശം ഇതിൻ്റെ അകത്ത് സ്പീഡൊക്കെ ആയിട്ട് 100ന് മേളിൽ വെച്ചിട്ടാണ് ഈ 4 മണിക്കൂർ 50 മിനിറ്റ് പറയുന്നത്. നമ്മൾ ഈ 4 മണിക്കൂർ 50 മിനിറ്റ് എന്നുള്ളത് 6 മണിക്കൂറൊക്കെ ആവും. എങ്ങനെ പോയാലും ഒരു 5 മണിക്ക് മുമ്പ് നമ്മൾ സാധനം ഇന്നത്തെ ദിവസം തന്നെ കൊടുക്കും. അപ്പോൾ അതായത് കമ്പനി നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ഇനി ട്രിപ്പ്. എനിക്ക് ഇതുപോലത്തേക്ക് ഒരു കാലാവസ്ഥയാണ് എനിക്കിഷ്ടം. ഇങ്ങനെ നിൽക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഒരു 1.5 മാസം മുമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പും എല്ലായിടത്തും ഒരുമാതിരി ഒരു ഇരുണ്ടൊരു ഫീലായിരുന്നു. വെയിലൊന്നുമില്ല, ഈ മരങ്ങളിലൊന്നും ഇലയില്ല. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം എനിക്ക് പുറത്തോട്ട് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലായിടത്തും മരത്തിലൊക്കെ നല്ല ഇല വന്നു. ഈ വെയിലെന്ന് പറഞ്ഞാൽ ഇതിന് ചൂടൊന്നുമില്ല. നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ക്ലൈമറ്റ് തന്നെ നമുക്ക് പിടിക്കും. നമ്മുടെ ശരീരത്ത് നമുക്ക് വെയിലടിക്കുകയും ചെയ്യും, പക്ഷെ നമുക്ക് ചൂടില്ല. നമുക്ക് സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ വലിയ തണുപ്പൊന്നും അങ്ങനെ അറിയത്തുമില്ല. അതുപോലെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനും ഒക്കെ പറ്റും. അത്രയും നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു എല്ലാവരും ഇവിടെ ഈ യൂറോപ്പിൽ ഉള്ള അല്ലെങ്കിൽ ഈ വർഷത്തിൽ 1-2 ക്ലൈമറ്റ് വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ മഞ്ഞൊക്കെ വീഴുന്ന അങ്ങനെയുള്ള രാജ്യത്തുള്ളവരൊക്കെ നോക്കിയിരിക്കുന്ന ഒരു ക്ലൈമറ്റായത്. ഇങ്ങനെ ഇത് ഇപ്പം ഈ മഞ്ഞും തണുപ്പുമൊക്കെ മാറി ഇതുപോലൊരു ക്ലൈമറ്റ് ആവാനായിട്ട്. ഇപ്പം എല്ലായിടത്തും ആൾക്കാരെല്ലാം പുറത്ത് ഇപ്പം അവർ വളർത്തുന്ന പെറ്റ്സിനെയായിട്ട് ഇറങ്ങി നടന്ന് നല്ല അതുമായിട്ടൊക്കെ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് കളിപ്പിച്ചും അങ്ങനെയൊക്കെ എല്ലാവരും പുറത്തുകൂടെയൊക്കെ ഇറങ്ങി നടക്കുന്നൊരു സമയം. ഇപ്പം താണ്ടില്ല ഒരാൾ സൈക്കിൾ ചവിട്ടി പോകുന്നു. ഇതൊന്നും കുറച്ചാളും ഇപ്പം നമുക്കിങ്ങനെയൊന്നും കാണാനേ പറ്റില്ല. വേറൊരു അവസ്ഥ തന്നെയാണ് ഒരു സമയത്ത്. അത് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു നമുക്ക് ഭയങ്കര ഒരു മടുപ്പടിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്നത്. വണ്ടിക്കകത്ത് നിന്ന് കട്ട പുക. വണ്ടി ഓടുന്ന വഴിക്ക് പെട്ടെന്നൊന്ന് സൗണ്ടൊക്കെ ഒന്ന് മാറി. സൗണ്ട് മാറിയതും എൻ്റെ അതൊന്നും വെള്ള കളറിലെ പുകയാണ് വന്നത്. ഭയങ്കരമായിട്ട് പുക ചാടി പെട്ടെന്ന് വണ്ടിക്കകത്തുനിന്ന് ഞാൻ വണ്ടിയുടെ സൈഡ് മിററിൽ കൂടെ കണ്ട് നല്ല പോലെ പുക പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് കണ്ടു. അപ്പോൾ നേരെ അങ്ങോട്ട് കയറ്റി നിർത്തി. ഇപ്പോൾ നോക്കിയിട്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല, പുകയൊന്നും വരുന്നില്ല. കമ്പനി പറഞ്ഞിട്ടുണ്ട് ഇന്ന പോലെ പുക വന്ന് വണ്ടി ഓഫ് ചെയ്തു എന്നുള്ള കാര്യം. അവരെന്താ പറയുന്നത് നോക്കാം. കമ്പനി എന്ന് പറഞ്ഞത് ഇനി പുക വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തയക്ക്. അപ്പം അത് നോക്കിയിട്ട് പറയാം. എനിക്ക് തോന്നുന്നു അവർക്ക് പുക കണ്ടാലേ അവർക്ക് വിശ്വാസം ആവുകയുള്ളൂ എന്ന് തോന്നുന്നു പുക വന്നെന്നുള്ള കാര്യം. ഇപ്പോൾ തൽക്കാലം നിർത്തണ്ട, ഇന്ന പോലെ ലോഡ് ഇറക്കാൻ പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ലോഡ് എടുക്കാനായിട്ട് പൊക്കോണ്ടിരിക്കും, ഇറക്കാനായിട്ട്. അപ്പം ഇനി കണ്ടല്ലോ, ഇനി ഏകദേശം ഒരു 338 കിലോമീറ്ററും കൂടെ ഉള്ളു അങ്ങോട്ട്. അപ്പം അവർ പിന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വെച്ചാൽ കൂളൻ്റ്, ഓയില് അതൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തോണം. കുറച്ച് നേരം ഓടിയിട്ട് ഒരു അരമണിക്കൂർ നിർത്തിയിടണം. എന്നിട്ട് വണ്ടി ചെക്ക് ചെയ്തിട്ട് പിന്നെ പോയാൽ മതി. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും കംപ്ലൈൻറ്റ് മാറ്റാമെന്ന് അവർ പറയുന്നില്ല. അവർ ഇന്ന പോലെ ഓടിക്കോ എന്നേ അവർ പറയുന്നുള്ളൂ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഫ്രാങ്ക്ഫർട്ട് അവിടെയാണ് ഉള്ളത്. അപ്പോൾ അതാ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, അവിടെ നിന്നൊരു ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടം വരെ എത്തി.
ചെറുതായിട്ട് കാണുന്നതാണ് വരുന്ന ഫ്ലൈറ്റ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊരു പിടുത്തമില്ല. കാരണം ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഫ്രാങ്ക്ഫർട്ടിൽ വേണ്ടല്ലോ അല്ലേ പോകുന്നത്, ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അത് എന്താ പറയണ്ടത്, വേറെ പല ഇപ്പം ഈ ക്യാമറയ്ക്കകത്ത് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് അവിടുന്ന് ദൂരേന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ വാലെ നമ്മൾ അപ്പർ സൈഡിൽ നിന്ന് വന്നപ്പോൾ കറക്റ്റായിട്ട് അത് കാണാമായിരുന്നു. എന്ന് വെച്ചാൽ വാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഫ്ലൈറ്റ്സ്. അത് ഒരെണ്ണം അല്ല വരുന്നത്, നമ്മളിങ്ങനെ ഒരെണ്ണം വരുന്നതിൻ്റെ പുറകെ കുറച്ച് ദൂര വ്യത്യാസത്തിൽ അടുത്തത് അതിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. അതായത് ഉണ്ടല്ലോ, ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇതാ ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, പക്ഷേ ഇതാ അവിടുന്ന് വേറെണ്ണം വരുന്നുണ്ട്. ഒരേ സമയത്താണ് ഇതെല്ലാം വരുന്നത്. എനിക്ക് തോന്നുന്നത് രണ്ട് റൺവേയിലോട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുന്ന് എല്ലാ ഫ്ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അവിടുന്ന് ഒരെണ്ണം വരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റിലോട്ടാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇത് ലാൻഡിങ് സൈഡാണെന്ന് തോന്നുന്നു. കാരണം ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നല്ല, അപ്പുറ സൈഡിലോട്ടാണ് കാണുന്നത്. ഇത് അവിടുന്ന് ഒരെണ്ണം വരുന്നുണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ പുറകെ ഇനി എല്ലാം അങ്ങ് നിൽപ്പുണ്ട്. ഇതിൻ്റെ പുറകെ ഇനി 2 എണ്ണം കൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. സൂം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അറിയായിരിക്കും. പക്ഷേ എനിക്ക് ശരിക്കും കാണാം. ഇതിൻ്റെ പുറകെ ഇനി 2 എണ്ണം കൂടെ നിൽപ്പുണ്ട്. അതുപോലെയാണ് ഇതിപ്പോൾ ഫ്രാങ്ക്ഫർട്ടിലാണ്. ഈ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് എന്ന് പറയുന്നത് മെയിൻ ഒരു കണക്ഷൻ പോയിൻ്റാണ് ഫ്ലൈറ്റുകളിൽ. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലൈറ്റ് ഇവിടെ വന്നു പോകുന്നത്. ഇങ്ങനെയാണ് വഴിയൊക്കെ കിടക്കുന്നത്. നമുക്ക് ഇനി ഒരു 211 കിലോമീറ്ററോടെ ഉണ്ട്. ഇപ്പം നിലവിൽ 3 മണിയാണ് കാണിക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഡീസൽ അടിക്കാനായിട്ട് നിർത്തിയതാണ്. ഇതുപോലെ നമ്മൾ സാറിന് എപ്പോഴും ഡീസൽ അടിക്കുന്ന ഇതുപോലെയുള്ള ചെറിയ അകത്തായിട്ടിരിക്കുന്ന ഒരു പമ്പിൽ നിന്നായിരിക്കും. ഞാൻ പറയാം, ടാങ്ക് പൂൾ എന്ന് പറയുന്നൊരു പമ്പാണ്. അത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു മൂലയ്ക്കായിരിക്കും ഒരുകൊണ്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ആപ്പിലൊക്കെ നോക്കി വരുന്നത് കൊണ്ട് ഇവർക്ക് ഇത് എവിടെ വെച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒളിപ്പിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പം മുമ്പിൽ വേറൊരു ട്രക്ക് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പം ഡീസൽ അടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി കാരണം 2 ഘട്ടയും കൂടെ ഉള്ളൂ. ഇനി ഒത്തിരി ദൂരം പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇന്ന് വല്ലതും കിട്ടിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോഴേ ഇനി അടിച്ചിട്ട് അങ്ങ് പോയേക്കാമെന്ന് വിചാരിക്കും. ഈ കാണുന്നതാണ് കമ്പനി. അപ്പോൾ നമ്മൾ കമ്പനിയിലെത്തി. അവിടെ അവരുടെ ഓഫീസിൽ ചെന്ന് ഇന്ന പോലെ നമ്മൾ ഇതൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും അവർ നമുക്ക് അവിടുത്തെ സംഭവങ്ങളൊക്കെ തന്ന് അകത്തോട്ട് പോകാനുള്ള ടാഗും കാര്യങ്ങളൊക്കെ തരും. അത് തന്നിട്ട് നമുക്ക് എവിടെ കൊണ്ടാണ് ലോഡ് ഇറക്കണ്ടേ അതിൻ്റെ ഒരു മാപ്പൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആ മാപ്പ് ഉള്ള സ്ഥലത്തോട്ട് അവിടെ പോയിട്ട് ലോഡ് ഇറക്കണം. ഇനി നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി വന്ന കമ്പനി നേരെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനമാണ് നമ്മുടെ. അപ്പോൾ വെളിയിലിറങ്ങി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കമ്പനിക്കകത്ത് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഈ ലോഡ് ഇപ്പോൾ ഇറക്കി കഴിഞ്ഞു. ഇപ്പം ഇനി ലോഡ് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. ചിലപ്പം കാണുമായിരിക്കും. ഇനി പ്രതീക്ഷിച്ച പോലെ ഒന്നുമില്ല. നമുക്ക് ലോഡും കാര്യങ്ങളൊന്നും ഇനി ഇല്ല. ഇനി പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിനി റെസ്റ്റ് എടുക്കാനായിട്ട് ഇനി പോവുക. ഇനിയിപ്പോൾ വേറെ ലോഡൊന്നും എടുക്കുന്നില്ല. അപ്പോൾ വന്നൊരു നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ടൗൺ ആയിരുന്നു. സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോക്കിയില്ല. നല്ലൊരു ടൗൺ ആയിരുന്നു. വലിയ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ഉള്ള സ്ഥലം നല്ല ഭംഗിക്ക്, നല്ല വൃത്തിക്ക്. പിന്നെ ജർമ്മനിയിലാണല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി തീർന്നു. അതോടുകൂടി ഇന്നത്തെ കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ വന്ന പാർക്കിങ്. അപ്പം വലിയൊരു പാർക്കിങ്ങാണ്. ഒത്തിരി വണ്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളിനി അടുത്ത ലോഡ് നമുക്ക് കിട്ടുന്നിടം വരെ ഇനി ഇവിടെ സ്റ്റേ. കുറച്ച് നേരമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അടുത്ത ലോഡാവും. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാം സെറ്റ് ആവുന്ന സമയത്ത് തന്നെ ഒരു അടുത്ത ലോഡ് സെറ്റാക്കുക. അപ്പോൾ ഇതൊരു പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പിന് സൈഡിൽ വരുന്ന പാർക്കിങ്ങാണിത്. അവിടെ ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത്.